1945 മെയ് 24 ഒരു ചരിത്രമാണ് പിറവിയെടുത്തത്. കോരന്റെയും കല്യാണിയുടെയും 14 മക്കളിൽ ഇളയ മകൻ വിജയൻ. ചരിത്രം അയാൾക്കൊപ്പം സ്ഥലനാമം കൂടി അടയാളപ്പെടുത്തി: പിണറായി വിജയൻ. കേരള രാഷ്ട്രീയത്തിലെ എതിരാളികളില്ലാത്ത തലപ്പൊക്കത്തിന് പിന്നിൽ ത്യാഗത്തിന്റെയും മുഖം നോക്കാതെ എടുത്ത നിലപാടുകളുടെയും നിലപാട് തറയിൽ വളരേണ്ടി വന്നതിന്റെ പരിചയ സമ്പന്നതയാണുള്ളത്. കേരളത്തിന്റെ ക്യാപ്റ്റന് ഇന്ന് 78 വയസ്സ്. കഷ്ടപ്പാടിന്റെ നടുവിലെ ജീവിതത്തിനിടയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിജയൻ കുറച്ചുകാലം നെയ്ത്ത് ജോലികളിലേക്ക് വ്യാപൃതനായി. തുടർന്ന് തലശ്ശേരിയിലെ തലപ്പൊക്കമുള്ള ബ്രണ്ണൻ കോളേജിന്റെ വിപ്ലവത്തിന്റെ ശംഖനാദം മുഴങ്ങിയ ക്യാമ്പസിലേക്ക്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടുമ്പോഴേക്കും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പതാക ഉയരത്തിൽ പിടിച്ചു. 1964 സജീവ രാഷ്ട്രീയത്തിന്റെ കർമ്മപഥത്തിലേക്ക് ഇറങ്ങിയ പിണറായി വിജയൻ എന്ന വിദ്യാർത്ഥി നേതാവ് KSFന്റെ കണ്ണൂർ ജില്ലയിലെ സെക്രട്ടറി പദവിയിലേക്ക് അവരോധിക്കപ്പെട്ടു. തുടർന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക്. ഇക്കാലം അത്രയും വിജയന് പൊരുതേണ്ടി വന്നത് നാടും സഹജീവികളും നേരിടുന്ന വ്യവസ്ഥിതികളോടായിരുന്നു. പോരാട്ടത്തിന്റെ തീച്ചൂളയിൽ നിന്നും കൽത്തുറങ്കിലേക്ക് എടുത്തെറിയുമ്പോഴും തോൽക്കുവാൻ കഴിയാത്ത മനസ്സോടെ പിണറായി വിജയൻ എന്ന ജനനേതാവ് ചങ്കൂറ്റത്തോടെ തലയുയർത്തി നിന്നുകൊണ്ട് വ്യവസ്ഥിതികളെ നോക്കി വെല്ലുവിളിച്ചു. അടിയന്തരാവസ്ഥാ കാലത്തിന്റെ അടിച്ചമർത്തലുകളെ നെഞ്ചുറപ്പോടെയാണ് പിണറായി വിജയൻ നേരിട്ടത്. കരുത്തനായ MV രാഘവൻ പാർട്ടി വിട്ടതോടെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1970 കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക്, വീണ്ടും 77 91 തിരഞ്ഞെടുക്കപ്പെട്ടത് അക്കാലം കൊണ്ട് പിണറായി വിജയൻ നേടിയെടുത്ത വിശ്വാസ്യതയ്ക്ക് തെളിവായിരുന്നു. 1996 പയ്യന്നൂരിൽ നിന്നും നിയമസഭയിലേക്ക്. അക്കാലത്താണ് പിണറായി വിജയൻ ആദ്യമായി മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത്. പിന്നീട് 1998 ചടയൻ ഗോവിന്ദന് ശേഷം CPM എന്ന പാർട്ടിയുടെ അമരക്കാരനായി മാറിയപ്പോൾ പാർട്ടി കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു. ഉറച്ച നിലപാടുകളുടെ നേതാവായി പിണറായി വിജയൻ അങ്ങനെ മാറി. നിലപാടുകളിലെ കാർക്കശ്യവും നേതൃത്വത്തിലെ സ്ഥൈര്യവും മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ചവിട്ടുപടികളായി മാറി. മുഖ്യമന്ത്രി കസേരയുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രിയായി ജനഹൃദയങ്ങളിലേക്ക് വർദ്ധിത വീര്യത്തോടെ പിണറായി ചുവടുവെച്ച് കയറി. നേരിടാൻ വെല്ലുവിളികൾ നിരവധിയായിരുന്നു. പ്രളയവും കോവിഡും താണ്ഡവമാടിയപ്പോൾ ഒരു രക്ഷകനെ പോലെ കേരള ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിണറായി വിജയന്റെ കരുതൽ കണ്ട് ജനം സ്നേഹത്തോടെ വിളിച്ചു: ക്യാപ്റ്റൻ. അഴിമതിയുടെ ഒളിയമ്പുകൾ നിരന്തരം വന്നു തറച്ചപ്പോഴും തലയെടുപ്പോടെ അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് രണ്ടാം തവണയും ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത്. പിണറായി വിജയന്റെ പിറന്നാളും രണ്ടാം പിണറായി സർക്കാരിന്റെ 2ാം വാർഷികവും അടുത്തടുത്ത് വരുമ്പോൾ കൗതുകവും ഏറെയാണ്. കേരളത്തിന്റെ സ്വന്തം ക്യാപ്റ്റന് യോഗനാഥൻ ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസ.